നമ്മളെ ഇപ്പൊ ഈ ലോറികളൊക്കെ ഇതില് ഒത്തിരി ഓടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സംഭവം നടക്കുന്ന പോലെ നമ്മുടെ അവിടെ ഒരു ഏതാ സ്ഥലത്തിന്റെ പേര്, അവിടെ ഒരു ലോറി കർണാടക അങ്കോളയിൽ അങ്കോള നടന്ന അത് ഇത്രയും മണിക്കൂറൊക്കെ ആയിട്ട് അത് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എത്ര ദിവസമായത്? ശരിക്കും വന്നിട്ട് അങ്കോളയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ഞാൻ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു മണ്ണിന്റെ ഘടന വെച്ചിട്ട് വെള്ളം വീണാൽ ഇത് ചെടിയാകും. അത് അവിടുത്തെ തന്നെയല്ല, നമ്മുടെ ഇവിടുത്തെ എല്ലാം അത് തന്നെയാണ് അവസ്ഥ. നിരന്തരമായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥിതി. പക്ഷേ അവിടുത്തെ ആ ഒരു ദുരന്തത്തില് എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഈ പയ്യൻ, ഈ അർജുൻ എന്ന് പറയുന്ന പയ്യൻ, അവൻ ആ ലോറിക്കകത്ത് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, 100% ഇല്ല. ഈ തിരച്ചിൽ നടത്തുന്നവരെല്ലാം അതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അല്ല, അത് അങ്ങനെയാണ് അവർ, അതെന്തുകൊണ്ട് അവരങ്ങനെ കരുതുന്നു എന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അവരാണ്. എന്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ, ഞാൻ ഇതിനെപ്പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ചെയ്ത സമയത്ത് പോലും എനിക്ക് കൺഫേം ആണ് ആ ലോറിക്കുള്ളിൽ ആ പയ്യനില്ല എന്ന് നമുക്ക് വളരെ ദുഃഖത്തോടെ പറയേണ്ടി വരും. ഇത്രയും ദിവസമായ സ്ഥിതിക്ക് നമുക്ക് ഇനിയിപ്പോ അങ്ങനെ വിശ്വസിക്കാം. അതെ, അല്ല, ഇപ്പം ഇത്രയും ദിവസമായതുകൊണ്ട് ജീവനോടെ ഇല്ല എന്നുള്ള ഒരു വാക്ക്, ഒരു അത് വേറെയാണ്. പക്ഷെ ആ വാഹനത്തിനുള്ളിൽ ആ പയ്യൻ ഇല്ല, ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവന്റെ ഫോൺ വാഹനത്തിനുള്ളിൽ കാണും. ഒന്നുകിൽ അവൻ വാഹനത്തിന്റെ പുറത്തോ, അതല്ലെങ്കിൽ ഇതിനു മുൻപ് മറ്റ് ആൾക്കാര് അപകടത്തിൽപ്പെട്ട മാതിരി വെള്ളത്തിൽ ഒലിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. ലോറി അവിടെ തന്നെ കാണും. ലോറി ഒന്നും ദൂരമായിട്ടൊന്നും പോകത്തില്ല. കാര്യം പിന്നെ എനിക്ക് മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏകദേശം 30 ടണ്ണിന് മേളിൽ ഭാരമുള്ള തടികളാണ് ഈ ലോറിയെ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇരുമ്പ് കയറ്റിയ ലോറിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും, നദിയിൽ താന്നു കിടക്കും എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ വിവരദോഷികള് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ യാതൊരു ABCD അറിയാത്ത ആൾക്കാരാണോ ഈ 30 ടണ്ണിന് ഇരിക്കുന്ന തടി വെള്ളത്തിൽ താന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആരോടാ ഇതൊക്കെ പറയുന്നേ? ഇതെല്ലാം കർണാടക സർക്കാർ കാണിക്കുന്ന ഒരുമാതിരി മൂടുപടമാണ്, കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്, ഡ്രാമയാണ് നടക്കുന്നത്. കാര്യം 30 ടണ്ണ് തടി ലോഡ് ചെയ്ത ഒരു ലോറി താന്നു പോകാനുള്ള ഭാരമൊന്നും ആ ലോറിക്കില്ല. അത് താഴത്തില്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടുന്ന് അപകടത്തിൽപ്പെട്ട ആ കടക്കാരുടെ 2 പേരുടെ മൃതദേഹം കിട്ടിയത് 30 കിലോമീറ്റർ ദൂരെ നിന്നാണ്, നദി കൂടെ. അവിടുന്ന് ഈ 30 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ അധികം ദൂരമില്ല കടലിലെത്താൻ. അപ്പം നമ്മുടെ അർജുനെ ഇവര് ഈ മണ്ണിന്റെ കീഴിൽ ലോറിക്ക് സമീപത്തുണ്ടെങ്കിൽ ഓക്കെയാണ്. അതല്ലെങ്കിൽ ഇവര് ഈ GPS വെച്ചൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് ലോറിയുടെ കാര്യമാണ് നോക്കുന്നത്. ലോറിക്കകത്തുണ്ടെന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ല, ലോറിക്കകത്തുണ്ടാകാൻ സാധ്യത വരത്തില്ലല്ലോ. ലോറിക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയധികം മിസ് കോളുകൾ അവന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അവൻ ഫോൺ എന്തുകൊണ്ട് എടുക്കില്ല? എടുക്കാമല്ലോ. അപ്പം ഫോൺ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, സാധാരണ ഞാനൊരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മളൊക്കെ ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് എവിടെങ്കിലും കൊണ്ട് വണ്ടി നിർത്തുന്ന സമയത്ത് ഫോൺ വണ്ടിയെ തന്നെ ഇട്ടേക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഫോൺ എടുത്തുകൊണ്ടൊന്നും ഈ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർ എപ്പോഴും ഫോൺ കൈ പിടിച്ചു നടക്കുന്ന മാതിരി ഒന്നും കൊണ്ട് നടക്കുന്നില്ല. അപ്പൊ ഫോണ് വണ്ടിയെ വെച്ചിട്ടായിരിക്കും അവൻ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെ പോയത്, കുളിക്കാനും ഒക്കെ പോയതായിരിക്കും. ആ സമയത്ത് 3 മണി 4 മണി സമയമാണ് രാവിലത്തെ. സാധാരണ ദൂരെ ഓടി വരുന്ന ഡ്രൈവർമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുളിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന്, അല്ല ഒന്ന് ഉറങ്ങുവോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചോണ്ട് പോവുകയോ ചെയ്യുള്ളൂ. ഉറങ്ങാനാണെങ്കിൽ അവർ കുളിച്ചിട്ടേ കയറത്തുള്ളൂ. യാതൊരുവിധ കരുതലുമില്ലാതെ, ഒരു പരിചയമില്ലാതെ, ഒരു വിശകലനമില്ലാതെ ഈ കർണാടക സർക്കാരും അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ധാരണയില്ല, എനിക്കൊരു പ്രതീക്ഷയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ വളരെ സ്ലോയിലല്ലേ അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നലെ വരെ അവിടെ ഒന്നും നടന്നില്ലല്ലോ. അവരുടെ റോഡ് വൃത്തിയാക്കുന്നതല്ലാതെ ഈ വാഹനം കണ്ടെത്താനോ, ഇതിന്റെ കൂടെ തന്നെ മറ്റു വാഹനങ്ങളും മണ്ണിനടി കിടപ്പുണ്ടെന്ന് പറയുന്നു. അവരെ കണ്ടെത്താൻ ഒരു ശ്രമം ഇതുവരെ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല. പിന്നെ ഇന്നലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേലോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ട് പയ്യനെ, അവനൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള പയ്യനാണ്. അയാൾ ചെന്നതിന് ശേഷമാണ് അത്യാവശ്യം അവിടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതും ഇപ്പൊ അയാളുടെ സൂപ്പർവിഷനിൽ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു വിശ്വാസം വന്നു. അതും നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഇടപെട്ടതിന് ശേഷമാണ്. പക്ഷെ ഇടപെട്ട് പറഞ്ഞെന്നല്ലാതെ അതിനകത്തൊരു ഇൻവോൾവ് ഇതുവരെ നടക്കുന്നില്ല. അല്ല, കേരളത്തില് ഞാൻ ഈ ഒരു വിഷയത്തില് ഞാൻ സാധാരണ എന്റെ എല്ലാ വീഡിയോകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ഇതുണ്ടായി 2-3 ദിവസം വരെ യാതൊരു അനക്കവും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അറിയുകയും അദ്ദേഹം നേരിട്ട് മറ്റൊരുമായിട്ട് ബന്ധപ്പെടുകയും ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് പോലീസിനെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അവിടെ വിട്ടു എന്നുള്ള ഒരു സത്യമാണ്. അത് സാധാരണ സർക്കാരുകളൊന്നും ചെയ്യാത്തൊരു നടപടിയാണ്.
അത് വ്യക്തിപരമായിട്ട് അവർ ചെയ്തു എന്ന് പറയാം. അതെ. അതൊക്കെ ന്യായമായിട്ട് തന്നെ പറയാം. സുരേഷ് ഗോപിയും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ നല്ല രീതിക്ക്? സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കിതുവരെ ന്യൂസുകളിലൊന്നും മനസ്സിലായിട്ടില്ല. ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. സുരേഷ് ഗോപി ഇടപെട്ടിരുന്നുവെങ്കിൽ പിന്നെ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അതെ. സുരേഷ് ഗോപി പറഞ്ഞ കോൺഗ്രസ്സുകാരൊന്നും ഒരു കോപ്പും ചെയ്യത്തില്ല. അങ്ങനെ ഒരു ആ, വിഷയമുണ്ട്. പിന്നെ ഇപ്പൊ ആർമിയെ എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ സുരേഷ് ഗോപി ഒന്ന് ശുപാർശ ചെയ്താൽ ചിലപ്പോൾ അത് നടക്കും. കാര്യം ഈ എല്ലായിടത്തും പൊളിറ്റിക്സ് ആണല്ലോ പ്രധാന ഘടകം. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയായിരുന്നെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആരും ആയിക്കോട്ടെ, നമ്മളും മലയാളികള് എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മലയാളിയോളം ഒരുത്തനും പറ്റത്തില്ല. അത് ജോയിയുടെ വിഷയത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാർ ഈ വിഷയത്തിൽ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ അപ്പുറം അവർ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൂപ്പർവൈസ് ചെയ്യാൻ നമ്മൾ പിന്നെ ഉദ്യോഗസ്ഥരെ അവർ അനുവദിക്കത്തില്ല. പക്ഷേ ഈ കർണാടകയിലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഭാഷാടിസ്ഥാനത്തില് മതാടിസ്ഥാനത്തില് ഒക്കെ വിവേചനം കാണിക്കുന്ന ഒരു ജനതയാണ് ഈ കർണാടക. അത് അവരെ അങ്ങനെ അങ്ങ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് അതിന്റെ ഒരു കുഴപ്പമാണ്. അതേസമയം ഇത് നമ്മുടെ തമിഴ്നാട്ടിലോ കേരളത്തിലോ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ എപ്പോഴേ സോൾവ് ആയാലും ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം ഇപ്പം 150 500 അടി ദൂരത്തിൽ മണ്ണ് കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 JCB വെച്ചുകൊണ്ട് എന്തോ മാറ്റി പറിക്കുക അവര്. ആധുനിക സംവിധാനങ്ങൾ ഇത്രയും ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. ഒരു JCB മാത്രമേ കാണുന്നുള്ളൂ. അതും ഏറ്റവും തൊലിഞ്ഞ JCB, ഒന്നിനും കൊള്ളാത്തില്ല, പൊക്കളയും മാതിരിയുള്ള മാങ്ങാത്തൊലി. അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അതേസമയം ഞാൻ പറയുന്നത് പിന്നെ അവരനുവദിക്കായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ജനങ്ങൾ പോയാൽ 1000കണക്കിന് JCB ടിപ്പർ ഇവിടുന്ന് പോയേനെ. അതിന് അവരനുവദിക്കട്ടെ. ചെയ്യേണ്ട രീതിക്ക് അതാണ് ചെയ്യേണ്ട രീതിക്ക് ചെയ്തേനം. അതാണ് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്. അതാണ് നമ്മൾ മലയാളികളും അവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് അതിനവര് അനുവദിക്കുന്നില്ല. അങ്ങോട്ടിപ്പം പിന്നെ അവരുടെ പിന്നെ ബന്ധുക്കളെ പോലും അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിടത്ത് അവരുടെ ബന്ധുക്കളെയും ലോറിയുടെ ഓണറിനെ ഒക്കെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്തയ്ക്ക് പറക്കാഴിയല്ലയോ? ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വീട്ടുപൂച്ചെന്ന് പറയും. വീട്ടുപൂച്ച തന്നെയല്ല, അതിന് ഞാൻ പറയുന്നത് കോൺഗ്രസ് അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജയിച്ചു പോയ 19 കോൺഗ്രസിന്റെ തുല്യന്മാരില്ലയോ? അവന്മാര് തിരക്കണം ഇതൊക്കെ. അവന്മാര് തിരക്കണം. എന്താണ് ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് തിരക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പൊ ആ വണ്ടിയിൽ ഒരാളെ ഉള്ളൂ എന്ന് വെച്ചിട്ട് അത് ഇത്ര സ്ലോ ആയിട്ട് ചെയ്യരുത്. ഒരാളോ 10 പേരോ എന്നുള്ളതല്ല, ജീവന് വാല്യൂ ഉണ്ട്. അതൊരു പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും മനുഷ്യന്റെ ആയാലും അത് ആ അറിയിക്കുന്ന പ്രാധാന്യത്തോട് വേണം അതിനെ കാണാൻ. ഇവരെന്താണ് കാണിക്കുന്നതെന്ന് ഇനി അവർക്ക് തന്നെ അറിയാം. അവർക്കത് താല്പര്യമില്ല. ആദ്യത്തെ 3-4 ദിവസം നമ്മൾ കണ്ടില്ലേ, കർണാടക സർക്കാരിനോ അവരുടെ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിനോ ഒരു താല്പര്യമില്ല ഈ വിഷയത്തിൽ. ഇനിയിപ്പോ ഇത്രയും ദിവസമായില്ല, ഇനിയിപ്പോ അതിനകത്ത് പിന്നെ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവനോടെ ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ച് സൈൻ ചെയ്തു തരാം. അത് നമ്മളത് പിന്നെ സാധാരണ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പം ആദ്യ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഈ വിഷയം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കാര്യം പിന്നെ അവരുടെ ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് മറച്ചു വെക്കുന്നത്. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഞാൻ പിന്നെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇത്തരം ഡിസാസ്റ്റർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. നമ്മൾ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതെ, ഉണ്ട്. പിന്നെ ഇതിപ്പോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സർക്കാരിന് താല്പര്യമില്ല. അവിടുത്തെ പോലീസുകാരാണെങ്കിൽ ആ തനി ഗുണ്ടായിസോ റൗഡീസോ തന്നെയാണ് അവരിപ്പോഴും കാണിക്കുന്നത്. പിന്നെ ജനങ്ങൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും മ്ലേച്ഛം. നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ, കേരളത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളല്ലേ ഇപ്പൊ ജോയി അവിടെ വെള്ളത്തിൽ വീണ സമയത്ത് 1000കണക്കിന് ജനങ്ങൾ അവിടെ കൂടിയത്. അതുപോലെ പണ്ട് പ്രളയം ഉണ്ടായപ്പോ എന്തെല്ലാം സംഭവത്തിനാണേലും നമ്മുടെ ജനങ്ങൾ മൊത്തം കൂടെ നിൽക്കും, ഒന്നിച്ച് നിൽക്കും. നമുക്ക് ജാതിയും മതവും കോപ്പും കുടച്ചക്കറൊന്നുമില്ല. അതല്ല ഇവന്മാർക്കാ ഉള്ളത്. അവിടെ പിന്നെ ഒരു അനുവദിച്ചിട്ട് ഈ ലോറി ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവര് തന്നെ പോയെടുത്താണ്. ഇവന്മാര് സമ്മതിച്ചായിരുന്നു ഇവിടുന്ന് 1000കണക്കിന് JCB ഇവിടുന്ന് പോയനല്ലോ. ഈ 500-700 മീറ്റർ ദൂരത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാലി കയറാമലയൊന്നും അല്ല. ഈ ഹിമാലയത്തിലൊക്കെ നടക്കുന്ന ഡിസാസ്റ്റർ വരെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നാണ് ഈ മാങ്ങാത്തല്ലി. ഇത് ഇവന്മാര് പൊളിറ്റിക്സ് കളിക്കുകയാണ്. അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ചേർന്നുള്ള ഒരുമാതിരി നമ്മുടെ അണ്ണാക്കി തള്ളിത്തരിക. അത് ഇവന്മാര് പറയുന്ന മാതിരി വെള്ളം തൊടാതെ വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഞാനെന്താ പറയാന്. അപ്പൊ ഇതുപോലുള്ള സംവിധാനങ്ങൾ എത്രയും പിന്നെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും. അതൊന്നും കൊണ്ടുവരുന്നില്ല. ഒരു ആർമിയെ പോലും അവിടെ കൊണ്ടുവരുന്നില്ല.
ആർമി ഇന്നാണ് എത്തിയത്. ഇന്നാണ് എത്തിയത്. ആ, ആർമി ദിവസങ്ങൾ കഴിഞ്ഞു. ഇല്ല, നമ്മൾ പറയാറുണ്ട് എന്നാ ഏതാണ്ടും കഴിഞ്ഞ് അറവം പറ്റി കഴിഞ്ഞിട്ടാണ് കോപ്പുണ്ടാക്കുന്നത് എന്ന് പറയുന്ന മാതിരി അവസ്ഥയാണിത്. കാര്യം ഇതൊക്കെ അന്നത്തെ ദിവസം നടക്കേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ നേരത്തെ കുറച്ച് നേവിക്കാർ ആരോ വന്നിട്ട് വെള്ളത്തിൽ തപ്പിയിട്ട് അവരങ്ങ് പോയി. അല്ല, ഈ വെള്ളത്തിൽ തപ്പിട്ട് പോകുമ്പോഴും എനിക്കറിയാൻ വയ്യ, എനിക്കത് മനസ്സിലാകാതെ പോയൊരു കാര്യം, നിങ്ങൾക്കും അത് മനസ്സിലാകും. ഈ 30 ടണ്ണ് അല്ലെ 40 ടണ്ണ് തടിയുമായിട്ട് വെള്ളത്തിൽ വീഴുന്ന ഒരു വണ്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കോ ഇല്ലെന്നുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു തടിക്കഷ്ണം ഇട്ട് നോക്കി അറിയത്തില്ലയോ? അത് വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് എന്തായാലും താഴത്തില്ല. എങ്ങനെ വണ്ടിക്ക് എത്ര വെയിറ്റ്? വണ്ടിക്ക് സാധാരണ അത്ര ലോറി ആയതുകൊണ്ട് ചിലപ്പോ ഒരു 12 വീല് വണ്ടിയാണ്. 12 വീല് വണ്ടി ആയതുകൊണ്ടും തന്നെ അതിന് ക്യാബിനകത്തൊന്നും വെള്ളം കയറത്തില്ല പെട്ടെന്ന്. അപ്പം പിന്നെ അതിനകത്ത് ഈ 30 അല്ലെ 40 ടണ്ണ് തടി ഇരുന്ന് കഴിഞ്ഞാല് ഈ 7 ടണ്ണ് സാധനം താഴുവോ? ഇത് ആരോടെ ഇവര് പറയുന്നേ? ആ ഒരു സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലാതാണ് ഇവര് പിന്നെ അവിടെ തോട്ടി കായലിൽ തപ്പാനൊക്കെ പോയത്. ശരിയാ, 6-നകത്ത് ലോറി തപ്പിയത് വിവരക്കേടാണ്. ശവശരീരങ്ങൾ തപ്പായിരുന്നു. അത് ചെയ്തു. അത് അവിടെ അല്ല തപ്പി കിട്ടിയത്. ബോഡിയൊക്കെ കിട്ടിയേക്കുന്നത് അവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തിലും 15 കിലോമീറ്റർ ദൂരത്തിലൊക്കെ കിട്ടിയേക്കുന്നത്. ഇതിപ്പം GPS വെച്ച് അവർക്ക് കറക്റ്റ് ലൊക്കേഷനിൽ ലോറി GPS അല്ല, ഇതെല്ലാം വെറും ഡ്രാമയാണ്. എന്ത് GPS ആ എന്നവര് പറയുന്നുണ്ട്. ഇവന്മാര് പറയുന്നത് പിന്നെ ഇന്നലെ പിന്നെ ഈ GPS പ്രൊവൈഡ് ചെയ്തവന്മാര് പറയുന്ന മറുപടി ഞാൻ കേട്ടതാണ്, 2 മീറ്റർ വരെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. എടാ കോപ്പ 2 മീറ്റർ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പി കുത്തി നോക്കി അറിയത്തില്ലയോ? ഇത്ര ലൂസായിട്ട് കിടക്കുന്ന മണ്ണിനകത്ത് ഒരു കമ്പി കുത്തി ഇറക്കി അറിയാം അടിയിൽ ലോറി ഉണ്ടോ കോപ്പാണോ കുടച്ചക്രമാണെന്ന്. എന്തായാലും ആ GPS വെച്ച് അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതുവരെ എത്താൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് അവിടുത്തെ മണ്ണാണ് മാറ്റുന്നത്. അത് പറഞ്ഞില്ലയോ? ഈ 2 മീറ്റർ വരെ ഇത് അതിന്റെ അടിയിൽ സാധനം ഉണ്ടോ നോക്കണമെന്നുണ്ട്. ഒരു നമ്മുടെ ഇവിടെ എക്സൈസുകാരില്ലേ പച്ചക്കറിക്ക് കുത്തില്ല, അതുപോലെ 2 മീറ്റർ അല്ല, അതൊരു 5 മീറ്റർ വരെ പോകും. ഒരു കമ്പിയിട്ട് കുത്തി നോക്കി അറിയത്തില്ല. അതാ ഞാൻ ചോദിക്കുന്നത്, ഇവന്മാരൊക്കെ ഏത് കോത്തടുത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്നതാണ്? ആദ്യമേ ഇവർക്ക് അറിയാം ഒരു സ്ഥലത്ത് കുറച്ച് മണ്ണ് മാറ്റിയാൽ വീണ്ടും അവിടെ ഇടിഞ്ഞ് വന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനനുസരിച്ചുള്ളത് വേണം ചെയ്യാൻ വേണ്ടിട്ട്. അല്ല, ശരിക്കും വന്നിട്ട് പറഞ്ഞില്ലയോ, ആ റൂട്ടിലൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു മണ്ണിന്റെ ഘടനയല്ല അവിടുത്തെ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 അടി 6 അടിയൊക്കെ താന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല കട്ടിയുള്ള മണ്ണുണ്ട്. അവിടെ അതല്ല. തന്നെയല്ല, പിന്നെ അവിടുത്തെ ഹൈവേയുടെ നിർമ്മാണമായിട്ട് അവിടേക്കുള്ള പാറ പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുരുതുര വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടക്കം പാറ പൊട്ടിക്കുക. ഈ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഓർക്കണം, അടുത്തുള്ള മലകളിൽ എന്തുമാത്രം എഫക്ട് ഉണ്ടാകുമെന്ന്. അതൊന്നും പരിശോധിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനമില്ല. അതറിയാമോ? അതൊക്കെ പോരായ്മയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പുള്ളിയെ ജീവനോടെ തന്നെ കിട്ടട്ടെ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ജീവനോടെ കിട്ടണമെന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാര്യം കൊച്ചു പയ്യനാണ്, അവന്റെ കുടുംബം പോറ്റണം. പിന്നെ പ്രാരാബ്ദങ്ങൾ കാരണമാണല്ലോ ഈ പണിക്കൊക്കെ പോകുന്നത് പിള്ളേര്. അപ്പം സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ കുടുംബത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ പൊതുജനങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പിന്നെ ഖേദപൂർവ്വം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അർജുൻ ജീവനോടെ ഉണ്ടെന്ന്. വണ്ടിക്കകത്തുണ്ടോ ഇല്ലയെന്ന് തന്നെ നമുക്ക് അല്ല, വണ്ടിക്കകത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം വണ്ടിക്കകത്തുണ്ടെങ്കിൽ ഇത്രയും മിസ് കോളുകൾ വന്നപ്പം ആദ്യ ദിവസങ്ങളിലൊക്കെ അവന് ഫോൺ എടുക്കാറുണ്ട്. പിന്നെ ഇപ്പം വണ്ടിയുടെ കമ്പനിക്കാർ പറയുന്നു അതിനകത്ത് പിന്നെ എഞ്ചിൻ രാത്രിയിലൊക്കെ, അതായത് അടുത്ത ദിവസം മണ്ണിടിച്ചിട്ടുണ്ടായ ആ അടുത്ത ദിവസമൊക്കെ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് പറയുന്നത്. രാത്രി ഉണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ അവൻ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുമല്ലോ. പിന്നെ അത്യാവശ്യം വീണ് മണ്ണൊക്കെ വീണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിനൊക്കെ സ്റ്റാർട്ടിങ് നിൽക്കും. പിന്നെ വേറൊരു കാര്യം പറയാന്, ലോങ് ഓടുന്ന ഡ്രൈവർമാരൊന്നും വണ്ടി ഓഫ് ചെയ്തില്ല. എവിടെയെങ്കിലും ചെന്ന് ഒരു ചായ കുടിക്കാൻ നിർത്തുന്ന തന്നെ അവർ ഉടനെ വണ്ടി, സാധാരണ ഈ സ്കൂട്ടറുകാരൊക്കെ ചെയ്യുന്ന മാതിരി അവിടെ ചെല്ലുന്നിടത്ത് വണ്ടി ഓഫ് ചെയ്യുക ഓൺ ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. ലോങ് ഓടുന്നവരൊക്കെ ചിലപ്പോൾ ഓട്ടം കഴിയുമ്പോഴായിരിക്കും വണ്ടി ഓഫ് ചെയ്യുന്നത്. അപ്പം അതൊന്നും ഈ പിന്നെ എന്താ പരിശോധിക്കാതെയാണ് ഇവരുടെ ഈ കലാപരിപാടി മുഴുവൻ നടക്കുന്നത്. ഇപ്പൊ സാറിന്റെ ഒരു ഉദ്ദേശത്തിൽ എന്ത് ആവും അവസാനം? ലോറി കിട്ടും, പ്രശ്നമൊന്നുമില്ല. ലോറിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ വരും. ലോറിയാണ് തപ്പുന്നത്. പയ്യനെ ലോറിയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും. അതല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്ന മാതിരി ലോങ്ങൊക്കെ ഓടി വരുന്നുണ്ട്, ക്ഷീണം കൊണ്ട് ലോറിയുടെ കീഴിലൊക്കെ കിടന്നുറങ്ങും. അവിടെ അതും പ്രതീക്ഷിക്കേണ്ട. കാര്യം അന്ന് രാത്രി മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മഴയുള്ള സമയത്ത് വണ്ടിയുടെ കീഴിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അതവൻ ചെയ്തിട്ടില്ല. അവൻ കിടന്നിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്താണ് കിടക്കേണ്ടത്. വണ്ടിക്കകത്ത് പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ കോൾ ചെയ്ത സമയത്ത് അവൻ ആ ഫോൺ എടുക്കായിരുന്നു. തീർച്ചയായിട്ടും. ഒരു ഫോണിന്റെ ബെല്ല് റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജീവനുള്ള ഒരാൾക്ക് അത് ഫോൺ എടുക്കാൻ പറ്റും.
പിന്നെ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കുവോ എന്തെങ്കിലും ചെയ്യാൻ അതെ, അല്ലെങ്കിൽ പിന്നെ ഇത് ഇടിഞ്ഞു വീണ് അവരുടെ അതിന്റെ ക്യാബിൻ തകർന്ന് അവർ അപ്പം തന്നെ മരിച്ചിട്ടുണ്ടാകണം. ഉണ്ടാകണം. ആ അങ്ങനെ മരിച്ചിട്ടുണ്ടാകുകയോ മയക്കത്തിലാകുകയോ ചെയ്തിട്ടുണ്ടാകണം. ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ എനിക്കിത് ആകെ കൺഫ്യൂഷനാണ്. ഉം, ഉം.